ഞാൻ പറഞ്ഞില്ല, ആ മരം കത്തുന്ന സീൻ കണ്ടാൽ തന്നെ നമുക്ക് കാശ് മുതലാവും. പക്കായിട്ട് നമുക്ക് രോമാഞ്ചം വരും. സ്റ്റീഫൻ വന്നിട്ട് അവിടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്. സൂപ്പർ മേക്കിംഗ് ആണ്. സംസാരിക്കുകയും സ്റ്റണ്ട് ചെയ്യുകയും. അപ്പൊ ആ കോസ്റ്റ്യൂമിൽ പുള്ളിക്ക് അത് യോജിക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ എവിടെയോ ഒരു മിസ്സിങ്. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ എമ്പുരാൻ അതിന്റെ റിവ്യൂ ആണ് ഈ വീഡിയോ. ഞാൻ സത്യം പറഞ്ഞാൽ സിനിമകളൊന്നും അങ്ങനെ അധികം റിവ്യൂ ചെയ്യണമെന്നോ അങ്ങനെ അതിന്റെ ഈ വീഡിയോ ഇടുന്നൊന്നും വിചാരിച്ചിരുന്നല്ല. പക്ഷെ എമ്പുരാൻ എനിക്ക് വളരെ പേഴ്സണലായിരുന്നു. അത് ഞാനൊരു ഡൈ ഹാർഡ് മോഹൻലാൽ ഫാനാണ്. ഡൈ ഹാർഡ് മോഹൻലാൽ ഫാൻ. നമ്മൾ പണ്ടൊക്കെ അനുകരിച്ചിരുന്നതാണ് എല്ലാ മാനറിസവും കാര്യങ്ങളൊക്കെ. ഇപ്പം നരസിംഹത്തിലെ ആ കുളത്തിൽ നിന്ന് ഡ്രിങ്ക്സ് വെള്ളം മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ നമുക്കറിയാം ഇതൊന്നും അത് പോസിബിൾ അല്ലാന്ന്. പക്ഷെ അത് കണ്ടിട്ട് അങ്ങോട്ട് ആവേശം മൂത്തിട്ട് നമ്മൾ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു നായകരിൽ ഒരാളാണ് മോഹൻലാൽ. അല്ലെങ്കിൽ ചുരുക്കം ചില നായകന്മാരുടെ സ്റ്റൈലിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വല്ലാണ്ട് ആരാധിച്ചിട്ടുള്ളൂ. അതിൽ മോഹൻലാലിൽ പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും. ബാക്കിയുള്ള നടന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നും. പക്ഷെ നമ്മൾ ചെയ്തത് ഭയങ്കര വളിപ്പായിരിക്കും. ഈ നരസിംഹയിലൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ തിരിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് സ്റ്റണ്ടിൻ്റെ ഇടയിൽ കണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ 90s കിഡ്സിനൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും ആ സിറ്റുവേഷൻ. മറ്റേ മണിനെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ കാല് ബാക്കോട്ടാക്കിയിട്ട് ഇങ്ങനെ കാൽപ്പത്തി ഇങ്ങനെ ഒന്ന് തിരിക്കും. അതൊക്കെ ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്നാൽ ഒന്നുമില്ല, സത്യത്തിൽ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോറായിരിക്കും. അങ്ങനെ ഡൈ ഹാർഡ് ഫാൻ ആയതുകൊണ്ടാണ് ഞാൻ ട്രെയിലറും സിനിമേനെ പറ്റിയൊക്കെ സംസാരിക്കണം ഇതിലെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി ട്രെയിലറും കാര്യങ്ങളൊക്കെ സംസാരിച്ചതും. അങ്ങനെ ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ സിനിമ കണ്ടത്. ദുബായിൽ വെച്ചിട്ടായിരുന്നു കണ്ടത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പോസിറ്റീവുകളും കാര്യങ്ങളും പറയാം. പടം ഒരു എബോവ് ആവറേജ്, അത്രേ ഉള്ളൂ. ഒരു ബ്രഹ്മാണ്ഡ പടം അല്ലെങ്കിൽ ഭയങ്കര ഇവർ ഈ കാണിക്കുന്ന ഹൈപ്പ് പോലുള്ള പടങ്ങളൊന്നുമില്ല. ഇപ്പോൾ പൃഥ്വിരാജ് നോർമലി സത്യസന്ധമായി പറയാറുള്ള പോലത്തെ ഒരു ചെറിയ പടം, അത്രേ ഉള്ളൂ. സൂപ്പർ മേക്കിംഗ് ആണ്, ഒരു ഹോളിവുഡ് ലെവൽ സംഭവമാണ്. ഒരു ഫസ്റ്റത്തെ ഒരു 20 to 25 മിനിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇമോഷണലി നമ്മൾ സിനിമയായിട്ട് കണക്റ്റ് ആവും. അത് എങ്ങനെ ഇപ്പോൾ ഒരു നടനുണ്ടല്ലോ മറ്റേ അഭിമന്യു സിംഗ് ഉണ്ടല്ലോ, അതൊക്കെ അസാധ്യ ആക്ടിങ് ആണ് കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി. അതിൻ്റെ കൂടെ ഒരു മുന്നാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് ഹിന്ദി ആക്ടറാണെന്ന് തോന്നുന്നു. രണ്ടാളും ഫസ്റ്റത്തെ കുറച്ച് നേരത്ത് അങ്ങോട്ട് അഴിഞ്ഞാടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഒന്ന് വരാൻ പോകുന്നു. ലൈക്ക് ഇപ്പം ബാഹുബലിയൊക്കെ പോലത്തെ. വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇമോഷണലി ആ പടമായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആവാണ്. അത്രയും വരാൻ പോകുന്നുള്ള ലെവലിൽ ഞാൻ നിന്നിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. അതിൽ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം, ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ടൈപ്പാണ്. ഖുറേഷി അപ്പുറത്ത് അതിൻ്റെ കഥകൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് എടുക്കുന്നത് ഖുറേഷിയുടെ കഥയല്ല, ഇത് നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയാണ്. എന്നിട്ട് അപ്പം ഇങ്ങനെ ആ ഹൈപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് കഥ അങ്ങോട്ട് സ്ലോ ആയി. ഞാൻ പറഞ്ഞില്ല, ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു 25 മിനിറ്റ്സ് വരെ ഭയങ്കര കത്തി നിന്ന പടം പിന്നെ അങ്ങോട്ട് സ്ലോ ആയിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഒരു പ്രതീതി ഉണ്ടായിരുന്നു, മോഹൻലാൽ ഇപ്പോൾ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു പ്രതീതി കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഡള്ളായി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഞാൻ കുറച്ച് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഡീഗ്രേഡിങ് കണ്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്. വെച്ചാൽ എനിക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് വൈകുന്നേരമേ പടം കാണാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇത് അങ്ങനെ വിചാരിക്കുന്ന പോലെ സംഭവമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ത്രില്ലായി നിൽക്കുന്നതുകൊണ്ട് പിന്നീടുള്ള ആ ലാഗ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ലാഗ് നമുക്കങ്ങനെ ഫീൽ ചെയ്ത് വരുമ്പോഴേക്കും ഇൻ്റർവെല്ലിൻ്റെ പഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണണ്ട. കാരണം ഇത് കുറച്ച് സ്പോയിലർ ഉണ്ട്. ഇവിടെ തൊട്ട് ഓക്കെ. അപ്പോൾ ഈ ഇന്ദ്രിയത്ത് ഈ ഖുറേഷി അബ്രാഹിമിനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതങ്ങനെ അങ്ങനൊന്നും ഒരിക്കലും കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ, ഒരു ക്ലീശയെ പോലെ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കാണുകയോ, ഇപ്പോൾ നമ്മൾ ലൂസിഫറിൻ്റെ ക്ലൈമാക്സിൽ പോലെ അങ്ങനത്തെ ഒരു ബാർ സെറ്റപ്പിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ സെറ്റപ്പിൻ്റെ അകത്ത് മീറ്റപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ഓപ്പൺ ഏരിയയിൽ കൊണ്ട് നിർത്തിയിട്ട്, അതും മോഹൻലാലിനെ കണ്ടിട്ട് മോഹൻലാൽ അങ്ങോട്ട് മാറിക്കാണ്. നമ്മുടെ ട്രെയിലറിലൊരു ഐക്കോണിക് ഫ്രെയിം ഉണ്ടായിരുന്നു, ഇങ്ങനെ മോഹൻലാൽ തിരിഞ്ഞ് നിൽക്കുന്നത്. ആ സിറ്റുവേഷനാണ് ആ സ്ഥലം. അതായത് ഇന്ദ്രിയത്ത് മോഹൻലാലിനെ കണ്ടിട്ട് മോഹൻലാൽ പിന്നെ അങ്ങോട്ട് നടന്നു പോകണം, ഇന്ദ്രിയത്ത് പിന്നാലെ നടന്നു പോകണം കാണാനായിട്ട്. വലിയൊരു സിസ്റ്റത്തിൻ്റെ തലവൻ അങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നേരെ ഇൻ്റർവെല്ലാവുന്നു. പിന്നെ കുറച്ച് ഏരിയ വരും ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട്.
മഞ്ജു വാര്യർ, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ പോയി കാണണം. മഞ്ജു വാര്യരുടെ പക്ക അഴിഞ്ഞാട്ടമാണ് കുറച്ച് നേരത്തേക്ക്. ഫുൾ അങ്ങനെ അഴിഞ്ഞാടി വരുമ്പോൾ നമ്മളെ സ്റ്റീഫൻ വരും. പിന്നെ അപ്പോൾ ആ മരം കത്തുന്ന സീനുണ്ടല്ലോ, അത് മഞ്ജു വാര്യർ കളിച്ച് തുടങ്ങി, മഞ്ജു വാര്യർ അടിച്ചു തുടങ്ങുന്ന സമയത്താണ് ആ മരം കത്തുന്ന സീൻ വരുന്നത്. അവിടെ സ്റ്റീഫൻ വന്നിട്ട് അവിടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്. അവിടെ നിന്ന് ഊർജ്ജം കിട്ടിയിട്ട് മഞ്ജു വാര്യർ പിന്നെയും കുറച്ചു നേരം കൂടി ആ പടത്തിന്റെ റേഞ്ച് അങ്ങോട്ട് ഹൈ ആക്കും. അവിടെ തൊട്ടിട്ട് പിന്നെ പടം കഴിഞ്ഞു പോകും. സത്യം അതുവരെ പക്കയായിരുന്നു. ആ മരം കത്തുന്ന സീനിലൊക്കെ ഒരു മരം ഇങ്ങനെ ഇടിഞ്ഞ് കത്തിയൊരു നിലത്ത് വീഴുന്നൊരു സീനൊക്കെ ഉണ്ട്. ഓ, ആ നേരത്തൊക്കെ രോമാഞ്ചം വന്നിട്ട് ആ സീനാണ് ഞാനിപ്പോൾ മറ്റേ ലൂസിഫറിൽ നമ്മൾ ആ മോഹൻലാലിൻ്റെ ആ ആ ഗോഡൗണിലത്തെ സ്റ്റണ്ടിലത്തെ ഒരു ഫീൽ വരില്ലേ, ആ ഫീൽ അവിടെ നമുക്ക് ആ മരം കത്തുന്ന സീനിൽ കിട്ടും. അത് ടോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞു. ലാസ്റ്റ് കുറേ വലിച്ചഴച്ച് ഇത് അവസാനം പൃഥ്വിരാജിൻ്റെ ഒരു കഥയ്ക്ക് മാറും. ബേസ് എടുക്കുന്ന പൃഥ്വിരാജിൻ്റെ, ക്ലൈമാക്സിൻ്റെ ബേസ് എടുക്കുന്ന പൃഥ്വിരാജാണ്. പൃഥ്വിരാജിൻ്റെ കാരണം കൊണ്ടാണ് ആ ക്ലൈമാക്സ് വരുന്നത്. പൃഥ്വിരാജിൻ്റെ കഥ ഇല്ലെങ്കിൽ അതൊരു ക്ലൈമാക്സേ അല്ല. പക്ഷെ തേർഡ് പാർട്ടിലേക്ക് പോകാനുള്ള വലിയ ക്വസ്റ്റ്യൻസുകൾ അവിടെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടിൽ മഞ്ജു വാര്യർ മോഹൻലാലിനെതിരായിരിക്കും. കാരണം വെച്ചാൽ അതിലിടയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പോൾ ജിതിൻ പറയുന്നുണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്. ആദ്യം മഞ്ജു വാര്യർക്ക് പോകാൻ താല്പര്യമില്ല, മറ്റേ ആളെടുത്ത് എനിക്ക് അവൻ്റെ ആശയത്തോട് താല്പര്യമില്ല, പക്ഷേ അവനെ ഡയറക്റ്റായിട്ട് എതിർത്തിക്കാനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ജിതിൻ വിളിക്കുമ്പോഴാണ് ഞാൻ പോകാമെന്ന് പറയണം. വെച്ച് വേറെ പറയണ്ട, എനിക്ക് ജാൻവി മകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജിതിൻ മാത്രമേ ഒരു രക്തബന്ധമായിട്ടുള്ളൂ എന്നും പറഞ്ഞപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ കിടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ടൊവിനാണെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ സ്പോയിലർ പറയാണ്, ഇതൊന്നും സിനിമ കാണാത്തവർ കേൾക്കരുത്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അതുകൊണ്ട് അവരൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാകും. വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സമയത്ത്. അപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ എന്തായാലും മഞ്ജു വാര്യർക്ക് ടൊവിനോടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജിതിനാണെന്ന് അറിഞ്ഞിട്ടും ക്ലൈമാക്സിൽ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് ജിതിൻ കാലിയാവും. അപ്പോൾ അതുകൊണ്ട് ജിതിനെ കൊന്നത് മോഹൻലാലാണ് എന്നുള്ളത് മഞ്ജു വാര്യർക്ക് 100% ഉറപ്പായിരിക്കും. ചിലപ്പോൾ ഈ സ്റ്റീഫനോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ പറയണത് വിശ്വസിക്കുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ ജിതിൻ മരിച്ചതുകൊണ്ട് മിക്കവാറും ഇതൊക്കെ തിരിഞ്ഞ് മോഹൻലാലിലേക്ക് വരാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ബിലോ എവറേജ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എബവ് എവറേജ് എന്നൊരു ലെവലിലെ ലൂസ് കാണാൻ പറ്റുള്ളൂ. ഒരു പറഞ്ഞ ഹൈപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു 3 to 4 ഏരിയകളിൽ പക്കയായിട്ട് നമുക്ക് രോമാഞ്ചം വരും. പല കാര്യങ്ങളും പക്കയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഈസ് ടു ഗുഡ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കുറേ അനാവശ്യ ഷോട്ടുകൾ ഏരിയകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചും കൂടി അതൊന്നും ചുരുക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ടേനെ. ഇത് കുറച്ച് ലാഗായിട്ട് ഞാനൊക്കെ ഇത് തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ലെവലായിരുന്നു. ലാസ്റ്റ് നമ്മൾ ആ ഡ്രാഗണുള്ള വില്ലനെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഹൗസ്ഫുള്ളായിട്ടാണ് ഞാൻ കാണുന്നത്, ഫുൾ ഹൗസ്ഫുള്ളായിട്ട്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ആ വില്ലൻ ആരാന്നറിയില്ല. അതായത് ഇപ്പോൾ ആ വില്ലനെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കില്ല, ആരായിരിക്കും എന്ന് കഴിഞ്ഞിട്ട് ഈ വില്ലനെ കാണിക്കുമ്പോൾ ഒരാൾക്കും ഒരു ഇവനായിരുന്നോ അത്, ഇയാളായിരുന്നോ, അങ്ങനൊരു പരിപാടി കിട്ടിയില്ല. കാരണം പകുതി മുക്കാൽ ആൾക്കാർക്ക് ഇത് ആരാന്ന് പോലും അറിഞ്ഞൂടാ, ഏതൊരു ചൈനീസുകാരൻ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം അങ്ങനത്തെ കുറേ ക്യാമിയോകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് പ്രണവ് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആ ടൈലൻറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യം സത്യത്തിൽ ഇല്ലായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടി ചുരുക്കി ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സ്റ്റീഫൻ എന്ന മോഹൻലാൽ കലക്കി. പക്ഷെ ഖുറേഷിയായിട്ട് ഈ പറഞ്ഞ മാതിരി ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ പോലെ ഫിറ്റ്നസ് ഉള്ള വേറെ ആളില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ബോഡിയുടെ ഷേപ്പിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ എവിടെയോ ഒരു മിസ്സിങ് ഖുറേഷി എബ്രഹാമിലുണ്ട്. നമ്മൾ ആ ലൂസിഫറിലെ ക്ലൈമാക്സിൽ കണ്ടല്ലോ ഖുറേഷി എബ്രഹാമിൻ്റെ മേക്ക് ഓവർ അല്ലെങ്കിൽ ആ ഒരു ലുക്ക് അല്ല ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ. സെയിം ആണെങ്കിലും പക്ഷേ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. മറ്റേ ലൂസിഫറിൽ ജസ്റ്റ് നടന്നു വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇപ്പം മൊത്തത്തിൽ ആക്റ്റീവാണല്ലോ, സംസാരിക്കുകയും സ്റ്റണ്ട് ചെയ്യുകയും. അപ്പോൾ ആ കോസ്റ്റ്യൂമിൽ പുള്ളിക്ക് അത് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ സ്റ്റീഫനായിട്ട് വൺസ് അഗൈൻ ഞാൻ പറഞ്ഞില്ല, ആ മരം കത്തുന്ന സീൻ കണ്ടാൽ തന്നെ നമുക്ക് കാശ് മുതലാവും. അന്യായമായിരുന്നു. എന്തായാലും എല്ലാവരും ഈ പടം കാണണം. അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി തന്നെ നമുക്ക് ഒരിക്കലും കാശ് പോയി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഉറപ്പായിട്ടും പോയി കാണാം. ഈ പറഞ്ഞ ഹൈപ്പ് പ്രതീക്ഷിച്ച് പോകാണ്ടിരിക്കുക.
സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ പോലെ കുറച്ച് ചില സ്ഥലങ്ങളിൽ ലേഖടിച്ച് ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് കഥ ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. സോ എല്ലാവരും പോയി കാണാൻ എൻജോയ് ചെയ്യാം. ബൈ.